ഇതിപ്പോ നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്തെടുത്താണോ? ഇമ്പോർട്ട് ചെയ്തെടുത്ത സാധനമാണ്. 4 പേര് ഇമ്പോർട്ട് ചെയ്തെടുത്ത. ഇത് HB ഇന്തോനേഷ്യൻ മൊസൈക്ക് വിഗിയർ ഇയർ ടൈപ്പ് ഉള്ള ഒരു ഐറ്റംസ് ആണ്. പുതിയ ലൈനേജും കൂടി. പുതിയ ലൈനേജ്. ഇത് ഇറങ്ങിയിട്ട് വലിയ കാലതാമസം ആയിട്ടില്ലല്ലേ? ഇല്ല, ഇത് കുറച്ച് 4-5 മാസം ആയിട്ടുള്ളൂ. 4-5 മാസമായിട്ടുള്ളൂ. ആയി വരുന്നുള്ളൂ. ഇത് നമ്മൾ എത്രയായിരുന്നു റേറ്റ്? 3000 രൂപയാണ് പെയറിന് റേറ്റ് വരുന്നത്. 3000 രൂപ ആയിട്ടുണ്ടല്ലേ? 3000 രൂപയ്ക്ക് പെയറിന് ഇറക്കിയതാണ്. ഇപ്പോൾ ഇത് ആവശ്യത്തിന് നമ്മളെടുത്ത് സെയിലിനായിട്ടുണ്ടല്ലേ? ഉണ്ട്, അത്യാവശ്യം ഉണ്ട്. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ രഞ്ജിത്ത്. യു ആർ വാച്ചിങ് ഓൺ അക്വ പ്രിൻസ് യൂട്യൂബ് ചാനൽ. അക്വ പ്രിൻസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കുള്ള സൽമാൻ്റെ ഗപ്പി ഹട്ട് ഫാമിലാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഷൂട്ടിംഗ്. നമ്മുടെ ഈ ഒരു ഫാം വീഡിയോയിൽ നമ്മുടെ സൽമാനാണ് നമ്മുടെ കൂടെ ഉള്ളത്. സൽമാനെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സൽമാനെ, നമ്മുടെ ഈ ഒരു ഫാമിൽ ഇപ്പോൾ എത്ര വെറൈറ്റീസാണ് ചെയ്യുന്നത്? ഇപ്പോൾ ഫാമിൽ 8 വെറൈറ്റിയാണ് ഇപ്പോൾ ഗപ്പി ചെയ്യുന്നത്. ഗപ്പീസ് തന്നെയല്ലേ മെയിനായിട്ട് ചെയ്തു പോകുന്നത്? ഓക്കെ, നമുക്കെന്നാൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയല്ലോ. അപ്പോൾ നമ്മുടെ ഇവിടെ ഏത് രീതിയിലാണ് ടാങ്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്? ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഇവിടെ ഒരു 8 വെറൈറ്റി ക്വാണ്ടിറ്റിയുള്ള പോണ്ടുകൾ ആണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് താബൂക്ക് അട്ടിയായി വെച്ചുകൊണ്ട് അതിൽ ഷീറ്റ് ഇറക്കിക്കൊണ്ടാണ് രീതിയിലാണ് ചെയ്തത്. അതിൽ അടിയിൽ എന്തെങ്കിലും വേസ്റ്റുള്ള ഷീറ്റ് വെച്ചുകൊണ്ട് മേലെ നല്ല ഷീറ്റ് വിരിച്ചുകൊണ്ട് അതിൽ വെള്ളം നിറച്ചിക്കാനുള്ള ഒരു രീതിയാണ് ഇപ്പം നമ്മൾ ചെയ്തു പോകുന്നത്. ഓക്കെ, നമുക്ക് ആ ടാങ്ക് സെറ്റപ്പ് ഒന്ന് കാണാം. നമുക്ക് ആ ഒരു ടാങ്കില്, അതായത് ഇപ്പൊ ഇതാണ് ഇപ്പൊ ഇതിൽ കാണുന്ന ടാങ്ക് അല്ല, ഈ ഒരു ടാങ്കിൽ ഇപ്പൊ നമുക്ക് എത്ര ഫിഷിനെ വരെ നമുക്ക് ഇടാൻ കഴിയും? ഇതില് എന്താ പറയാ ഒരു 75 പേർ വരെ അതിലിടാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു സിസ്റ്റം എന്നുള്ളത് ഇങ്ങനെ ബ്രീഡിംഗ് കേജ് വെച്ചിട്ട് അതിൽ കുട്ടികൾ ഫ്രൈസുകൾ പുറത്ത് ഇറങ്ങി പോകുന്ന ഒരു രീതിയിലാണ് ഇപ്പോഴത്തെ ഒരു മെത്തേഡ്. കുട്ടികൾക്ക് പുറത്ത് ഫീഡ് കൊടുക്കുക, ഉള്ളിലെ പേരൻസിനും കൊടുക്കാന്നുള്ള രീതിയിലാണ്. നമ്മൾ ഈ ബ്രീഡിംഗ് കേജ് തന്നെ ഇവരെ സ്ഥിരമായിട്ട് ഇടുന്നോണ്ട് വല്ല ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടോ? അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ പലരും പറഞ്ഞു കേൾക്കാം, പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടില്ല. ഡെത്ത് വരെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. കാരണം ഫിഷിന് കംപ്ലൈന്റ് ഒന്നും വരാൻ സാധ്യത കുറവാണ്. കാരണം അത്ര വലിയ ടാങ്ക് ആയതുകൊണ്ട് വള്ളത്തിന് കംപ്ലൈന്റ് അങ്ങനെയൊന്നും വരാൻ സാധ്യത കുറവാണ്. പ്രോപ്പർ ഇവിടെ വാട്ടർ ചേഞ്ചിങ് ഒക്കെ എങ്ങനെ? വാട്ടർ ചേഞ്ചിങ് ഇപ്പോൾ ഇതിനെ നടത്തിയിട്ടില്ല. പിന്നെ വാട്ടർ സ്വാഭാവികം കുറയും കുറച്ചൊക്കെ കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ പുതിയ വാട്ടർ അടിച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോ ഏതൊരു ബ്രീഡിന്റെ ടാങ്ക് ആയിരുന്നത്? ഇത് ഇലക്ട്രിക് ബ്ലൂ ബ്രീഡ്. ഈ റിബൺ ഉള്ളതുണ്ട്, റിബൺ ഇല്ലാത്തതുണ്ട്. ഇപ്പൊ നമ്മൾ ഈ ടാങ്കിലൊക്കെ വാഴന്റെ ഇട്ടത് കണ്ടു. അതിപ്പോ എന്തിനാണ് ഈ വാഴ? അത് ഇൻഫ്ലോസോറിയ പറഞ്ഞ മറ്റേ ബാക്ടീരിയ ഫോം ചെയ്യാൻ വേണ്ടി. പിന്നെ ഒന്ന് കുട്ടികൾ ഇതിൽ കുറെ ബ്രീഡ് ഉണ്ട്. ഇപ്പോൾ അത്യാവശ്യം ബ്രീഡുകൾ ഇപ്പോൾ പേരൻസ് ആക്കി വെച്ചിട്ടുണ്ട്. ബൾക്ക് ബ്രീഡിങ് എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ്. അതിനനുസരിച്ചുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ ക്വാളിറ്റിയിലെ സാധനം നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇത് കുട്ടികൾക്ക് ഒന്ന് ഒരു ഒഴിഞ്ഞിക്കാൻ, അഥവാ കുട്ടികൾ ബ്രീഡിംഗ് കേജിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലെങ്കിൽ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ ഒരു ലക്ഷ്യമാക്കി ഇടുന്നത് വായൻ്റെ അല്ല. ഓക്കെ, ഇതിപ്പോൾ നമ്മുടെ ഈ ഒരു ടാങ്കിന്റെ ബ്രീഡിംഗ് കേജ് അടിഭാഗത്ത് തട്ടുന്നുണ്ടോ? ഇല്ല, അടിഭാഗത്ത് തട്ടുന്നില്ല. ആ രീതിയിലാണ് വെള്ളം നമ്മൾ വെക്കുന്നത്. ഇതിൽ റിബൺ ഉള്ളതുണ്ട്, റിബൺ ഇല്ലാത്തതുണ്ട്, രണ്ടുകൂടി മിക്സ് ആയിട്ടുള്ളത്. ഈ ഒരു ബ്രീഡിന്റെ പ്രത്യേകത എന്താണ്? ഇതിന് എന്താ പറയുക, ഇയർ ഉണ്ടാവും ചെറുതായിട്ട്. പിന്നെ ഇത് പെട്ടെന്ന് സ്പ്രെഡായി കിട്ടുന്ന ഒരു ഐറ്റംസും കൂടിയാണ്. തലമ്പ് ചെറുതായിട്ടൊരു ബ്ലൂയിഷ് ഉണ്ടാവും. പിന്നെ മൊത്തത്തിൽ ബോഡി ബ്ലൂയിഷ് ആണ്. ഇത് നമ്മൾ ഗ്ലാസ്സിലിട്ട് നോക്കുമ്പോഴാണ് നേരത്തെ മനസ്സിലാവല്ലേ. നമുക്ക് ഇതിപ്പോ ഇവിടെ സെയിലിന് റെഡി ആയിട്ട് അതിപ്പോ സെയിലിന് റെഡിയാണ്. ഇവിടെ ഈ ഒരു സൈസ് തന്നെയാണോ സെയിലിനുള്ളത്? ഇത് തന്നെ. അത് നമുക്ക് ബ്രീഡിങ്ങിന് പറ്റിയ സൈസ് നമ്മൾ ഇതിന് കൊടുക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളതല്ലേ. അതായത് നമ്മൾ ബ്രൂഡാക്കി വെച്ചത് തന്നെയാണ് സെയിലും ചെയ്യാറ്. അതെ. ഓക്കെ, നമുക്ക് ഇതിന്റെ ഒരു ഗ്ലാസ് വീഡിയോ ഒന്ന് കണ്ടോക്കാം. ഓക്കെ, നമുക്ക് ഇവയൊന്ന് ഗ്ലാസ്
ഇതിപ്പോൾ നമ്മൾ ഏതിൻ്റെ ടാങ്കാണ്? ഇത് ബലൂൺ കോയി പറഞ്ഞ ബ്രീഡിൻ്റെ ഷോർട്ട് ബോഡി അതിൻ്റെ ഇതാണ്. കുട്ടികൾ ഇറങ്ങുന്നുള്ളൂ. ഇപ്പോൾ സെയിലിന് കുറച്ച് ദിവസം കൊണ്ട് ഏതായാലും ആവും. ഇപ്പോൾ ഇത് ബ്രീഡിംഗ് ടൈമാണ്. ബ്രീഡിംഗ് ടൈമാണ്. ഓക്കെ. ഇതിന് നമുക്ക് കോഴി ഐറ്റംസ് ആയതുകൊണ്ട് ക്യാപ്പ് ഇത് 100% ഗ്യാപ്പ് ഇറങ്ങുന്നുണ്ട്. അധികം ഗ്യാപ്പ് ഇറങ്ങുന്നതാണ് എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുള്ളത്. ഇറങ്ങാത്ത കിട്ടിയിട്ടില്ല. ഇതിന്റെ ഫസ്റ്റ് ബാച്ച് ഒക്കെ നമ്മളിവിടെ സെയിൽ കഴിഞ്ഞതാണ്. ഇത് അടുത്ത ബാച്ച് ഇട്ടതാണ്, ബ്രീഡിങ്ങിന് വേണ്ടി ഇട്ടതാണ്. ബാച്ച് ബ്രീഡിങ്ങിന് വേണ്ടി ഇട്ടതാണല്ലേ. നമ്മളിപ്പോ ഏതിന്റെ ടാങ്ക് ആയിരുന്നു? ഇത് ബ്രസീലിയ റെഡ് പറഞ്ഞ ബ്രീഡിന്റെ ടാങ്കാണ്. ബ്രസീലിയ റെഡിന്റെ ടാങ്കാണ്. ഇവിടെ എല്ലാതും ബൾക്ക് രീതിയിലാണോ? ബൾക്ക് രീതിയിൽ. അതെ. ഇതിപ്പോ സെയിലിന് റെഡി ആയതാണ്. ഇതിപ്പോ സെയിലിന് റെഡിയാണ്. പിന്നെ ഇത് ഇപ്പൊ ഇലക്ട്രിക് ബ്ലൂവിനെ പറ്റി പറഞ്ഞാൽ തന്നെ പെട്ടെന്ന് സ്പ്രെഡ് ആവുന്ന ഒരു ബ്രീഡും കൂടിയാണ്. കുട്ടികളെ നന്നായിട്ട് കിട്ടും. അതെ. നമുക്ക് ഇതിന്റെ ഒരു ക്ലാസ് വീഡിയോ. ഓക്കെ. അപ്പൊ നമ്മൾ ഇതിപ്പോ ഏതാ ടാങ്ക്? ഇത് ചില്ലി മൊസൈക്ക് ഡംബോയർ എന്ന ബ്രീഡിന്റെ ടാങ്കാണ്. ചില്ലി മൊസൈക്ക്. ഇവക്ക് ഇയർ നന്നായിട്ടുണ്ടാവില്ലേ? ഇയർ നല്ല രീതിയിൽ കിട്ടും. കുറച്ചും വലിപ്പമൊക്കെ ഉണ്ട്. ഇതിലിപ്പോ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്. ഇതിന് ടാങ്കിൽ കുറച്ച് വലിപ്പമായത് ബ്രീഡിംഗ് ഏജ് കിട്ടുന്നുള്ളൂ. അല്ലേ? ഇതിപ്പോ സെയിലിന് റെഡി ആയതാണ് നമ്മളിവിടെ? അത്യാവശ്യം പേര് കൊടുക്കാണ്ട്. ഇത് ഹോൾസെയിൽ ആയിട്ടാണെങ്കിലും സാധനം ഇപ്പൊ തയ്യാറായിട്ടുണ്ട് കൊടുക്കാൻ. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ഗ്ലാസ് വീഡിയോ കൂടി കാണാം. നമുക്ക് ഗ്ലാസ് വീഡിയോ കൂടി കാണുമ്പോഴാണ് ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് പൂർണ്ണമാവുകയുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സൈഡത്തെ പാറ്റേണും കാര്യങ്ങളും കാണാൻ വേണ്ടി. നമ്മൾ ഈ ടാങ്ക് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഏത് രീതിയിലാണ്? ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ താബൂക്ക് വെച്ചുകൊണ്ട് അത് ഷീറ്റ് വിരിച്ചതാണ്. അടിയിൽ ഒരു എന്താ പറയാ ലോക്കൽ ഷീറ്റ് അല്ലെങ്കിൽ കീറിയ ഭാഗങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു എന്താ പറയാ അതിന് മേലെ ഒരു താങ്ങായിക്കാണ്ട് നിർത്താൻ വേണ്ടിയിട്ട് അടിയിൽ സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് അതിന് മേലെ നല്ലൊരു ഷീറ്റ് വിരിച്ചതാണ്. ഡബിൾ കോട്ടിലാണ് സാധനം ഇട്ടിട്ടുള്ളത്. ഈ ഷീറ്റ് ഡബിൾ കോട്ടിലാണ് ഇട്ടിട്ടുള്ളത് അല്ലേ? ഓക്കെ. ഇതിപ്പോ നമ്മളിപ്പോ ഈ ഒരു ഷീറ്റ് നമുക്ക് എത്ര ആയുസ് വരെ കിട്ടുന്നുണ്ട് ഇതിന്? അതായത് എത്ര വർഷം വരെ നിൽക്കുന്നുണ്ട് ഈ ഒരു ഷീറ്റ്? 5 മാസമൊക്കെ ആയപ്പോൾ കംപ്ലൈന്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നമുക്ക് ഇതിൽ എത്ര ലിറ്ററോളം വെള്ളം കൊള്ളുന്നുണ്ട്? 1000 ലിറ്റർ വെള്ളം ഇറക്കണം, എന്നാലാണ് അതിന്റെ ഇത് കിട്ടുള്ളൂ. ഈ ബ്രീഡിംഗ് ഏജ് പൊന്തി നിൽക്കുന്ന രൂപത്തിലേക്ക് കിട്ടുള്ളൂ അല്ലേ? ഇപ്പൊ നമ്മൾ ഈ ഒരു ഷീറ്റ് ചെയ്യുന്നത് മൂലം നമ്മളെ ഫ്രിഡ്ജ് ബോക്സിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കാട്ടി ഗ്രോത്തോ കാര്യങ്ങളോ എന്തെങ്കിലും മെച്ചമായിട്ട് വരുന്നുണ്ടോ? ആ ഗ്രോത്ത് ഷുവറായിട്ട് ഉണ്ട്. കാരണം നമ്മൾ ബ്രീഡിംഗ് ഏജിൽ ഇട്ട കുട്ടികളെ ഇത് നീന്താൻ എത്രമാത്രം ഇതുണ്ടാവും കുട്ടികൾ ഫ്രൈസിന് അത്രത്തോളം ഇത് സൈസും കാര്യങ്ങളും വെച്ച് തരുന്നുണ്ടല്ലേ? ഡെത്ത് റേറ്റും കുറവാണ്. ഇതിപ്പോ ഏതിന്റെ ടാങ്കാണ്? ഇത് പ്ലാറ്റിനം റെഡ് ബിഗിയർ ന്യൂ ലൈനേജിന്റെ ആണ്. ഇത് ലെങ്ത് ബോഡി ലെങ്ത് ആണ്. പക്ഷേ പ്ലാറ്റിനം കളർ നല്ലോണം കയറി വരുന്ന ആ ഒരു പുതിയ ലൈനേജിൽ പെട്ട ബ്രീഡാണ്. അതായത് ചൈനീസ് ലൈനേജ് ആണല്ലോ ഇത് വരുന്നത്. ഡോസിലും ടൈലും കൂടി വരുന്നത്. ഓക്കെ. ഇതിപ്പോ നമുക്ക് സെയിലിന് റെഡിയാണ്. അത്യാവശ്യം കൊടുക്കാനുണ്ടല്ലേ? ഇതിപ്പോ ഹോൾസെയിൽ ആയിട്ട് കൊടുക്കാനുണ്ടാവും. ഹോൾസെയിലും റീറ്റെയിലും കൊടുക്കാനുണ്ടാവും. നമ്മൾ ഇവിടെ പ്രധാനമായിട്ട് ഏതൊക്കെ തരം ഫുഡുകളാണ് കൊടുക്കാറുള്ളത്? ഇവിടെ പ്രിൻസ്വീന് ഇലാർവേല്, കുട്ടികൾക്ക് ഇലാർവേല് കൊടുക്കുന്നുണ്ട്. പിന്നെ ആർട്ടീമിയ ഇരിച്ചു കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്കാവുമ്പോൾ പുറത്ത് നമ്മൾ കുറച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ആർട്ടീമിയ ഫ്ലേക്സ് അത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മാറ്റിയാണ് ഫുഡ് കൊടുക്കാറുള്ളത് അല്ലേ? ഇതിപ്പോൾ ഏതാ ഐറ്റം? ഇത് ആൽബിനോ പ്ലാറ്റിനം ഫുൾ വൈറ്റ്. പ്ലാറ്റിനം ഫുൾ വൈറ്റ് ആണല്ലേ? ആൽബിനാണ്. പ്ലാറ്റിനം ഫുൾ വൈറ്റും ആണ്. ഈ വൈറ്റിന് പ്രത്യേകിച്ച് ഫുഡ് എന്തെങ്കിലും ഇവിടെ കൊടുക്കാറുണ്ടോ? പിന്നെ സ്പൈറോ ഫ്ലേക്സ് കൊടുക്കും. റെഡിഷ് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. റെഡിഷ് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണല്ലേ? ഈ ഇതിപ്പോ സെയിലിന് റെഡി ആയിട്ടുണ്ടോ? സെയിലിന് ആവുന്നുള്ളൂ അല്ലേ? കുട്ടികളെ ഇറങ്ങി തുടങ്ങിയിട്ടു. അതായത് മുമ്പ് ഇവിടെ സെയിൽ കഴിഞ്ഞതാണല്ലേ? ഒരു പ്രാവശ്യം കഴിഞ്ഞതാണല്ലോ. ഓക്കെ. അപ്പൊ നമ്മളിവിടെ മെയിനായിട്ട് കൊടുക്കുന്ന ഫുഡുകൾ ഇതൊക്കെ തന്നെയാണല്ലേ? ഓക്കെ. ഇതിപ്പോ ഇതാണ് നമ്മൾ വൈറ്റിന് പറഞ്ഞിട്ടുള്ള സ്പെയർലിന പൗഡർ അല്ലേ? പിന്നെ ആർട്ടിമിയ ഫ്ലേക്സ് ഉണ്ട്, ഇലാർവേൽ ഉണ്ട്, ആർട്ടിമിയ ഫ്ലേക്സ് ഉണ്ട്.
പിന്നെ ആർട്ടിമൽ എഗ് ഒക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് സെയിലിംഗ് ഉണ്ട് ഇവിടെ. ഇത് കാര്യങ്ങളൊക്കെ സെയിലും ചെയ്യണ്ടല്ലേ? വെച്ചുകൊണ്ട് സെയിൽ ചെയ്യുന്നുണ്ട്. സെയിൽ ചെയ്യുന്നുണ്ട്. ആവശ്യക്കാർക്ക് നമ്മളെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ സാധനം എത്തിച്ചു കൊടുക്കാറുണ്ട്. ഇവിടെ കൊറിയറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടോ? കൊറിയർ ഉണ്ട്. ആൾ ഇന്ത്യ കൊറിയർ ചെയ്യുന്നുണ്ടല്ലേ? അപ്പോൾ ഇത് ഏതാണ് നമ്മൾ? ഇത് HB ഇന്തോനേഷ്യ മൊസൈക്ക് വിഗിയർ ഇയർ ടൈപ്പ് ഉള്ള ഒരു ഐറ്റംസ് ആണ്. പുതിയ ലൈനേജും കൂടിയാണ്. പുതിയ ലൈനേജ്. ഇത് ഇറങ്ങിയിട്ട് വലിയ കാലതാമസം ആയിട്ടില്ലല്ലേ? ഇല്ല ഇത് കുറച്ച് 4-5 മാസം ആയിട്ടുള്ളൂ. 4-5 മാസം ആയിട്ടുള്ളൂ. ആയി വരുന്നുള്ളൂ. ഇതിപ്പോ നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്തെടുത്താണോ? ഇമ്പോർട്ട് ചെയ്തെടുത്ത സാധനമാണ്. ഓക്കെ. 4 പേർ ഇമ്പോർട്ട് ചെയ്തെടുത്ത. ഇത് നമ്മൾ എത്രയായിരുന്നു റേറ്റ്? 3000 റുപ്യാണ് പെയറിന് റേറ്റ് വരുന്നത്. 3000 റുപ്യ ആയിട്ടുണ്ടല്ലേ? 3000 റുപ്യക്ക് പെയറിന് ഇറക്കിയതാണ്. ഇപ്പോൾ ഇത് ആവശ്യത്തിന് നമ്മളെടുത്ത് സെയിലിനായിട്ടുണ്ടല്ലേ? ഉണ്ട്, അത്യാവശ്യം ഉണ്ട്. അത്യാവശ്യം സെയിലിനായിട്ടുണ്ട്. ഇത് ഹോൾസെയിൽ കൊടുക്കുന്നുണ്ടോ? ഇപ്പോൾ പുതിയ സെയിലായതുകൊണ്ട് ഹോൾസെയിലാകുമ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റ് ഉണ്ടാവും.